ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേരീസ് കിച്ചൺ ഡയറി. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പഴവും ബ്രെഡും വെച്ചിട്ടുള്ള ബ്രെഡ് ബനാന ടോസ്റ്റാണ്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. എങ്ങനെയാണ് ഈ സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന മധുരമുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. അതിലേക്കായിട്ട് ഇവിടെ കുറച്ച് ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഏത്തപ്പഴം, 2 മുട്ട, ചെറിയ ഗ്ലാസ്സിൽ അല്പം പാല്, 3 ഏലക്ക, ആവശ്യത്തിന് ഉപ്പ്, പഞ്ചസാര, അരിപ്പൊടി, ബട്ടർ. നമുക്ക് ആദ്യം തന്നെ ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്തെടുക്കണം. പിന്നെ പഴവും അരിഞ്ഞെടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴമാണിത്. നമുക്കിനി ലോ ഫ്ലെയിമിൽ പാൻ വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ തന്നെ വേണമെന്നില്ല കേട്ടോ, ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ബട്ടർ ഒന്ന് പാനിൽ ഫുള്ള് സ്പ്രെഡ് ആവാനായിട്ട് ഒന്ന് പാൻ കറക്കി കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പഴം ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് പാനിലിത് നല്ലപോലെ ഒന്ന് നിരത്തി വയ്ക്കാം. 2 സൈഡും മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് പാൻ ഓഫ് ചെയ്യാം. വേവിച്ചെടുത്ത ഏത്തപ്പഴമാണിത്. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു തവി കൊണ്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ബ്രെഡ് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അതിനായി ഓരോ സ്ലൈസും എടുത്തിട്ട് ഇതേ രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. 2 സൈഡും ചെയ്യണേ. അത് നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തി പ്രസ് വേണമെങ്കിൽ യൂസ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താലും മതി. ഇതേ രീതിയിൽ നമുക്ക് ബാക്കി എല്ലാ സ്ലൈസും ചെയ്തെടുക്കാം. അടുത്തതായി ബ്രെഡ് സ്ലൈസിൽ ഫില്ലിങ് വെക്കണം. അതിനായിട്ട് ഓരോന്നും എടുത്തിട്ട് 4 സൈഡിൽ ബട്ടർ തേച്ച് കൊടുക്കാം. എന്നിട്ട് മിഡിലിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. 2 ടീസ്പൂൺ എടുത്താൽ മതി. അധികമായ പുറത്തേക്ക് പോവാൻ ചാൻസ് ഉണ്ട്. ഇതേ രീതിയിൽ പരത്തി കൊടുത്തിട്ട് നമുക്ക് 2 സൈഡും ക്ലോസ് ചെയ്യാം. അല്പം ഓപ്പണിംഗ് ഒക്കെ വന്നാലും പ്രശ്നമില്ല. നമ്മൾ എഗ് മിക്സറിൽ മുക്കിയെടുക്കുന്നത് കൊണ്ട് ഷേപ്പിന് പ്രശ്നം ഉണ്ടാവില്ല. ഇതേ രീതിയിൽ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് എഗ് മിക്സറാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം.
അടുത്തതായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചെറിയ ഗ്ലാസ്സിൽ പാല് ഒഴിച്ചു കൊടുക്കാം. 3 ടീസ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്യാം. നമ്മുടെ സ്നാക്കിനൊരു ക്രിസ്പിനെസ് കിട്ടാനാണ് ഈ അരിപ്പൊടി ആഡ് ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ ബാറ്ററിന് ഒരു തിക്നെസ് കൂടി കിട്ടും. ഇനി 3 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. ഓൾറെഡി നമ്മൾ ഫില്ലിങ്ങിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബ്രെഡ് എല്ലാം റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ എഗ് മിക്സറിൽ ഒരല്പം ഉപ്പ് ചേർക്കണേ. ഇനി ലോ ഫ്ലെയിമിൽ അതേ പാൻ തന്നെ വെക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് പരത്തി കൊടുക്കാം. ചൂടായി വരുമ്പോൾ ഈ റോള് ഓരോന്ന് എടുത്ത് ഈ മിക്സറിൽ മുക്കിയിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ബാറ്ററിൽ നല്ല പോലെ ഡിപ്പ് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഒരു ഏത്തപ്പഴം എടുക്കുമ്പോൾ ഏകദേശം 10 സ്ലൈസിൽ വെക്കാനുള്ള ഫില്ലിംഗ് ഉണ്ടാവും. ഇനി നമുക്ക് മറിച്ചിടാം. പഞ്ചസാരയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ബ്രെഡൊക്കെ പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടുന്നതാണ്. ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. നല്ല സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ബ്രെഡ് ബനാന ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. ഈസിയായി തയ്യാറാക്കാവുന്നതാണ്. മധുരമുള്ളതുകൊണ്ട് കുട്ടികൾക്ക് പറ്റിയൊരു നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്